എന്താ മെയിൻ ആയിട്ട് പറയാനുള്ളതെന്ന് വെച്ചാൽ നമുക്ക് ഈ 3000 സബ്സ്ക്രൈബേഴ്സ് വെച്ചിട്ട് ഇതിന്റെ ഉള്ളോട്ടേക്ക് കയറ്റിയിട്ടില്ല. അപ്പോൾ എനിക്കത് വലിയൊരു വിഷമമുണ്ട്. അത് ഞാൻ ഇതിന്റെ വ്ളോഗിൽ പറയാണ്. വ്ളോഗ് എടുക്കാൻ പറ്റിയില്ല, പക്ഷെ ഇവിടെ ഞാൻ ഈ സ്റ്റേജിൽ വന്നിട്ട് ഓരോ 2 ദിവസം മുന്നേ അനസ് വ്ലോഗ് 21 എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ ഞാൻ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് കോഴിക്കോട് ലുലു മോൾ ഇനാഗുറേഷൻ ഈ പയ്യൻ പോയ സമയത്ത് ഇവനെ അപമാനിച്ച് വിട്ടു എന്ന് പറഞ്ഞായിരുന്നു ആ ഒരു വീഡിയോ. അതായത് ഈ പയ്യന് ഏകദേശം 3000 സബ്സ്ക്രൈബേഴ്സ് സംതിങ് എങ്ങോട്ടേ ഉള്ളൂ. അപ്പൊ അവിടെ ചെല്ലുന്ന സമയത്ത് അവിടെ ഉള്ള ഒരു വ്യക്തി ഈ പയ്യന്റെ സബ്സ്ക്രൈബേഴ്സ് എത്രയാണെന്ന് ചോദിക്കുകയും അവിടുന്ന് ഇവനെ വളരെ പുച്ഛിച്ച് തള്ളുകയും ചെയ്തു. അതിനുശേഷം ഇവർ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും കുറെ ഇൻഫ്ലുവൻസേഴ്സ് ആ ഒരു പരിപാടിക്ക് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അത് മാത്രമല്ല ടോവിനോ തോമസ്, പിന്നെ ഹനാൻ ഷാ, ഇവരൊക്കെയാണ് ആ ഇനാഗുറേഷന്റെ ഭാഗമായിട്ട് ഉണ്ടായിരുന്നത്. എന്തായാലും നമുക്ക് ആദ്യം തന്നെ ആ ഒരു വീഡിയോ ഒന്ന് കണ്ടു. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ ഇനാഗുറേഷൻ നടക്കുന്നുണ്ട്. ഹനാൻ ഷാ ആൻഡ് ടോവിനോ തോമസ് വരുന്നുണ്ട്. ആ കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം. പിന്നെ എന്താ മെയിൻ ആയിട്ട് പറയാനുള്ളതെന്ന് വെച്ചാൽ നമുക്ക് ഈ 3000 സബ്സ്ക്രൈബേഴ്സ് വെച്ചിട്ട് ഇതിന്റെ ഉള്ളോട്ടേക്ക് കയറ്റിയിട്ടില്ല. അപ്പോൾ എനിക്കത് വലിയൊരു വിഷമമുണ്ട്. അത് ഞാൻ ഇതിന്റെ വ്ളോഗിൽ പറയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ പുറത്തുനിന്നാണ് നമ്മൾ വ്ളോഗ് എടുക്കാൻ പോണത്. അപ്പോൾ ബാക്കിയുള്ള എല്ലാവരും അതിൻ്റെ ഉള്ളിൽ കയറ്റിയിട്ടുണ്ട്, ഇന്നെ മാത്രം കയറ്റിയിട്ടില്ല. അപ്പോൾ നമ്മൾ വിഷമങ്ങൾ പറയാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇന്റേതായ അനസ് വ്ലോഗ് 21ന്റെ വ്ളോഗാണ് ഞാൻ അവിടെ എടുക്കാൻ പോകുന്നത്. നമ്മൾ MA യൂസഫലി സാറെ മാളാണ്. അപ്പോൾ ഇവിടെ ഇന്ന് എന്തോ ഇനാഗുറേഷൻ നടക്കുന്നുണ്ട്. സംഭവം എനിക്ക് അതിൻ്റെ ഉള്ളിലോട്ട് കയറാനേ പറ്റുന്നില്ല. അപ്പോൾ നമ്മളിന്ന് ഇവിടുന്നാണ് നമ്മളെ ഇത് വരുന്നത്. അപ്പോൾ നമ്മൾ പുറത്തുനിന്നാണ് നമ്മളെ വ്ളോഗ് എടുക്കുന്നത്. അവിടെയാണ് നമ്മളെ മെയിൻ പരിപാടി നടക്കുന്നത്. പക്ഷേ അവിടേക്ക് നമ്മൾ പോകുന്നേ ഇല്ല ഗൈസ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിലോട്ട് കയറ്റായിട്ടാണ്. ഇവിടെ കുറെ ആൾക്കാർക്ക് ഇൻട്രോ ഇതൊക്കെ കൊടുക്കുന്നുണ്ട്. സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനാഗുറേഷന്റെ പരിപാടിക്ക് അവിടെ ഒരു വ്ളോഗ് പോലെ ഷൂട്ട് ചെയ്യാനായിട്ട് പോയ സമയത്ത് അവർ അനുവദിച്ചില്ല. അപ്പൊ അവിടെ ആദ്യമേ അവിടെ വ്ളോഗ് ഷൂട്ട് ചെയ്യുന്നതിന് പെർമിഷൻ വേണമെന്ന് പറഞ്ഞു. ഈ പയ്യൻ ചെന്ന് 1-2 പേരെടുത്ത് ചോദിച്ച സമയത്ത് വ്ളോഗ് എടുക്കാൻ പറ്റും, നിങ്ങളെ മാനേജറിനെ പോയി കണ്ടാൽ മതി എന്നുള്ള രീതി പറഞ്ഞു. അങ്ങനെ ഈ പയ്യൻ വേറൊരാളെ പോയി കണ്ട സമയത്ത് ഈ പയ്യനടുത്ത് ചോദിച്ചു എത്ര സബ്സ്ക്രൈബേഴ്സ് ആണ് എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഈ പയ്യൻ പറഞ്ഞു എനിക്ക് ഏകദേശം 3000 സബ്സ്ക്രൈബേഴ്സ് ഉള്ളു. പിന്നെ ഇവനെ വലുതായിട്ട് മൈൻഡ് ചെയ്തിട്ടില്ല, ഇവനെ അവർക്ക് അലോ ചെയ്തിട്ടില്ല. വേറെ കുറെ ആൾക്കാർ അതിനകത്ത് പോയി വീഡിയോസ് എല്ലാം എടുക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഈ പയ്യൻ പുറത്തു നിന്ന് മാത്രമാണ് ഇങ്ങനെ ഷൂട്ട് ചെയ്തത്. സത്യം പറഞ്ഞ ഒരാളെ അപമാനിക്കുന്നതിന് തുല്യമാണ്. ഒരിക്കലും ഒരു സബ്സ്ക്രൈബേഴ്സിന്റെ കൗണ്ട് വെച്ചിട്ട് ആരെയും പോയി ജഡ്ജ് ചെയ്യാതിരിക്കാൻ മാക്സിമം ശ്രമിക്കുക. ആരെയും നമ്മൾ കുറച്ച് കാണാൻ പറ്റത്തില്ല. നാളെ ഇവരെ ആയിരിക്കും നിങ്ങൾ ഇനാഗുറേഷൻ വിളിപ്പിക്കുന്നത്. കാര്യം നമുക്ക് പല കേസുകളും എടുത്തു നോക്കാം. പണ്ട് പുച്ഛിച്ച് തള്ളിയ ആൾക്കാരെ എല്ലാവരും ഇപ്പൊ നമ്മൾ അഭിമാനത്തോടെ കൊണ്ടു നടക്കുന്ന ഒരുപാട് പേരുണ്ട്. പ്രത്യേകിച്ച് യൂസഫ് അലിയെ പോലുള്ള ഒരു മനുഷ്യന്റെ ക്വാളിറ്റി ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുന്ന കുറെ വിവരം കെട്ടവന്മാരുണ്ട്. അതിലുള്ള ആൾക്കാരാണ് ഈ പറയുന്ന വ്യക്തിയെടുത്ത് ഇങ്ങനത്തെ രീതിയിൽ പെരുമാറിയത്. എന്തായാലും നമുക്ക് വാക്കെടുക്കണം. അപ്പൊ ഗൈസ്, അപ്പോ ഞാൻ പറഞ്ഞത് വളരെ ഒരു സീരിയസ് മാറ്ററാണ്. അതിന്റെ ഉള്ളിലാണ് നമ്മളെ മെയിൻ പരിപാടി നടക്കുന്നത്. അവിടേക്ക് നമ്മളെ കയറ്റിയിട്ടില്ല. എല്ലാ കാര്യങ്ങളും തുറന്നു പറയാണ്, ഒന്നും മറച്ചു വെക്കുന്നതല്ല. നമുക്കൊരു 3000 സബ്സ്ക്രൈബേഴ്സ് വെച്ചിട്ടാണ് നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറ്റാത്തത്. അപ്പോൾ എല്ലാവരും എനിക്ക് മാക്സിമം ലൈക്ക് തരണം. അപ്പൊ നമുക്ക് ഇപ്പം 3000 സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ 3 മില്യൺ അടിച്ചിട്ട് അവിടെ വന്നിട്ട് വേറൊരു വ്ളോഗ് എടുത്തിരിക്കും. എന്റെ വാശിയാണ്. ഓക്കെ അല്ലേ ഗൈസ്? എല്ലാവരും ഇത് കാണണം. അപ്പൊ നമ്മള് ഒരു സബ്സ്ക്രൈബേഴ്സിലല്ല മെയിൻ കിടക്കുന്നത്, നമ്മളെ വീഡിയോ അടിപൊളിയാക്കാൻ നമ്മൾ നോക്കുന്നത്. അപ്പൊ MA യൂസഫലി സാറെ മാളിൽ വന്നിട്ടാണ് നമ്മൾ ഇന്നത്തെ വ്ളോഗ് വന്നിരുന്നത്. പക്ഷെ നമ്മളെ ഉള്ളോട്ടേ കയറ്റിയില്ല. ബാക്കിയുള്ള എല്ലാവരും ഉള്ളോട്ടേ കയറ്റിയിട്ടുണ്ട്. എല്ലാവർക്കും ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നമുക്ക് അനസ് വ്ലോഗ് 21 എന്നോട് ചോദിച്ചത് അവിടെ ഉള്ള ഒരു ബ്ലാക്ക് ഷർട്ട് ഇട്ടുള്ള ആളെയും കൂടി അതിൽ കാണിച്ചു തരാം. അയാൾ പറഞ്ഞത് നമ്മൾ കോപ്പിറൈറ്റുള്ള പാട്ട് വന്നിട്ട് നിങ്ങളിപ്പോ അതിന്റെ ക്യാമറയിൽ കാണുന്നുണ്ടാവും. അവിടെ കുറെ ഇൻഫ്ലുവൻസർ വീഡിയോ എടുക്കുന്നുണ്ട്. പക്ഷെ നമുക്ക് അങ്ങോട്ട് ഓപ്ഷൻ കിട്ടിയിട്ടില്ല. അപ്പൊ ഞങ്ങള് വിഷമം കൂടി പറയാണ്. മൂപ്പരാളിന്റെ വീഡിയോ എടുക്കാൻ സമ്മതിക്കാനത് സബ്സ്ക്രൈബേഴ്സ് പുച്ഛിച്ച ആളാണ് ആ ക്യാമറയിൽ കാണുന്നത്. നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത് അവിടെ പോയപ്പോ ഈ വ്ളോഗ് എടുക്കാൻ പറ്റിയില്ല. പക്ഷെ ഇവിടെ ഞാൻ ഈ സ്റ്റേജിൽ വന്നിട്ട് ഓരോ ദിവസം അപ്പൊ ഇന്നെ ഇറക്കി വിടുന്ന കണ്ടില്ല ഗൈസ്. ഇനിയിപ്പോ ഞാൻ ഇവിടുന്ന് കഴിച്ചിലായാലും ഇല്ലേ, ഞാൻ ഇതേമാതിരി ഒരു സ്ഥലത്ത് സ്റ്റേജിൽ വന്ന് ഞാൻ ഇനാഗുറേഷൻ നടത്തുമ്പോ ഗൈസ് ഇന്റെ ഫസ്റ്റ് ഡയലോഗ്, ഇന്റെ ഫസ്റ്റ് സെന്റൻസ് മൊത്തതായിരിക്കും. ഇങ്ങനെ ഒന്നും ഒരാളോട് ചെയ്യരുത്. നമ്മൾ ഈ സബ്സ്ക്രൈബേഴ്സ് കണ്ടിട്ടല്ല ഇവിടെ ഈ യൂട്യൂബ് വരുന്നത്. നമ്മളെ പെരുമാറ്റം, നമ്മളെ വീഡിയോ, നമ്മളെ എല്ലാം ഇതാണ്. ഞാൻ പെട്ടെന്ന് കണ്ടപ്പോ ഇതിന്റെ എല്ലാ വിഷമങ്ങളും ഞങ്ങളോട് പറഞ്ഞെന്ന് വിചാരിക്കുന്നു. അപ്പൊ നമ്മളിന്ന് ഡെയിലി 5 മണിക്ക് ഇടുന്ന വീഡിയോസ് ഈ കാരണത്താലാണ് ഇത്രയും ലേറ്റ് ആയത്. അപ്പൊ ആ ഒരു പെരുമാറ്റം പോലും നമുക്ക് ചെയ്തെന്നില്ല. അത് തന്നെയാണ് എനിക്ക് മെയിൻ ആയിട്ട് പറയാനുള്ളത്. എന്തായാലും സംഭവം അത്രയേ ഉള്ളൂ. ഇത്രയൊക്കെ നടന്നിട്ടും ആ ഒരു പയ്യൻ ആ ഒരു എനർജിയിൽ തന്നെ ആ ഒരു വീഡിയോസ് എല്ലാം ഷൂട്ട് ചെയ്തിട്ടത് തന്നെ വലിയൊരു കാര്യം. വേറെ വല്ലതും ആണെങ്കിൽ
ഒരു കാരണവശാലും ഇങ്ങനെ വീഡിയോ എടുക്കാനായിട്ട് നിൽക്കത്തില്ല. ഭയങ്കരമായിട്ട് നമുക്ക് ഇൻസൾട്ടിങ് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ അപ്പോഴേ അവിടുന്ന് മാറുക എന്നുള്ള രീതിയാണ്. എന്തായാലും ഈ ഒരു പയ്യൻ ആ ഒരു മനസ്സിന് ഭയങ്കര എന്താണ് ഞാൻ സമ്മതിച്ചു കൊടുക്കുന്നു. കാര്യം ഇനി എന്തെങ്കിലും ഈ പറയുന്ന പയ്യൻ 1 മില്യൺ അല്ലെങ്കിൽ 2 മില്യൺ ഒക്കെ അടിച്ചിട്ട് ഇവന്മാരുടെ മുന്നിൽ തന്നെ നിന്നിട്ട് വീഡിയോ ചെയ്യണം. അങ്ങനെയാണ് ഞാൻ പറയത്തുള്ളൂ. യൂട്യൂബിനെ സംബന്ധിച്ച് പ്രത്യേക നിയമങ്ങളൊന്നുമില്ല. 0 സബ്സ്ക്രൈബേഴ്സ് ഉള്ളവരും 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉള്ളവരും ഒരേ നിയമം തന്നെയാണ്. അല്ലാതെ ഇവിടെ ഒന്നും ഒരു നിയമ വ്യത്യാസങ്ങളും ഇല്ല. അത് ഇനിയെങ്കിലും മനസ്സിലാക്കുക. പിന്നെ ഈ പറയുന്ന 10-100 സബ്സ്ക്രൈബർ ഉള്ളവർ ചിലപ്പോൾ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ആ വീഡിയോ ചിലപ്പോൾ 1 മില്യൺ ഒക്കെ അടിക്കാൻ ചാൻസ് ഉണ്ട്. 1 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉള്ളവർക്ക് പോലും നിലവിലിപ്പം വ്യൂസ് ഇല്ല വലുതായിട്ട്. അപ്പൊ ഈ സബ്സ്ക്രൈബേഴ്സ് കൗണ്ട് വെച്ചിട്ടല്ല ഒരാളെ നമ്മൾ ജഡ്ജ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇത്തരത്തിലുള്ള മണ്ടത്തരങ്ങൾ ഇനിയെങ്കിലും കാണിക്കാതിരിക്കാൻ ശ്രമിക്കാം. ഈ വ്ളോഗിന്റെ അവസാനം നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം, അതിനകത്ത് അനാൻഷയുണ്ട്. അനാൻഷായ ചെന്നിട്ട് പുള്ളി കെട്ടിപ്പിടിച്ചിട്ട് ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. ഇനി അവരുടെ അറിവോ കാര്യങ്ങളോ കൂടിയൊന്നും അല്ല ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ഈ പല മോളുകളിലും പല റെസ്ട്രിക്ഷൻസ് ഉണ്ട്, ഈ വീഡിയോസ് എടുക്കാൻ പറ്റില്ല എന്നൊക്കെ. അത് നമുക്ക് പല വീഡിയോസും നമുക്ക് കാണുന്നതാണ്. ഈ ഓരോ ഈ അടുത്ത് റീസെന്റ് ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നല്ലോ, അപർണയുടെ ഒക്കെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നല്ലോ, ഞാനൊക്കെ വെച്ച് റിയാക്ട് ചെയ്തത്. അതായത് മോളിനകത്ത് എന്നിട്ട് വീഡിയോ എടുക്കാനായിട്ട് എങ്ങും നമുക്ക് പെർമിഷൻസ് ഇല്ല. പക്ഷെ ഈ ഒരു കേസിൽ ഈ ഒരു പയ്യൻ പറയുന്നുണ്ട് സബ്സ്ക്രൈബർ കൗണ്ടിന്റെ കാര്യം എടുത്ത് ചോദിച്ചിട്ടാണ് അയാൾ ഇങ്ങനെ വെറും പുച്ഛിച്ച് തള്ളിയെന്ന്. അതായത് അതിനകത്തോട്ട് കയറ്റാൻ ചെയ്യുന്നത്. അതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു പയ്യൻ വേറൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഈ ഒരു വീഡിയോ വന്നതിന് ശേഷം ആ വീഡിയോ നമുക്കൊന്ന് കണ്ടുപോകാം. അപ്പൊ ഞാൻ ഇങ്ങനെ കൈ കാണിച്ച് അപ്പോഴൊന്നും അയാൾ മൈൻഡേ ചെയ്യുന്നില്ല. നമ്മൾ ഏതോ ഒരു വൈപ്പോക്കന് ഏതോ ഒരാള് ഒരു കമ്മ്യൂണിക്കേഷൻ ഒരു ഹായ് പറഞ്ഞിട്ട് നമ്മൾ വെറുതെ ഇങ്ങനെ പൊട്ടന്മാരെമാര് ഹായ് പറഞ്ഞ് കളിക്കൂല. നമ്മളൊരു ആവശ്യത്തിന് വേണ്ടിയിട്ടേക്കും കൈ പൊന്തിച്ചിട്ടുണ്ടാവും. അല്ലാണ്ട് ഈ ക്രൗഡിൻ്റെ ഇടയിൽ പോയിട്ട് നമ്മളിങ്ങനെ ഡാൻസ് കളിക്കാനൊന്നല്ല നമ്മൾ കൈ പൊന്തിക്കുന്നത്. അപ്പോൾ പിന്നെ ഞാൻ കുറേ നേരം ഇങ്ങനെ കൈ പൊന്തിക്കുന്ന കണ്ടപ്പോൾ അയാൾ ഇങ്ങോട്ട് നടന്ന് വരാൻ തുടങ്ങി. അപ്പോൾ ഞാൻ പിന്നെ ഇങ്ങനെ കാണിച്ച് ഒന്ന് ഇങ്ങോട്ട് വരുമെന്ന്. പിന്നെ അയാൾ മൈൻഡ് ചെയ്തില്ല. അയാളെ പാട്ട് നോക്കി എന്നെ കണ്ടിട്ടും കാണാത്ത മാതിരി നടിച്ചിട്ട് അയാൾ അങ്ങോട്ടേക്ക് നടന്നു. പിന്നെ അയാൾ ഇങ്ങോട്ട് വേറെ എന്തിനോ ആവശ്യത്തിന് വരും, എന്തോ സംസാരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ് അയാൾ ഇങ്ങോട്ട് വിളിച്ച് ഹലോ എക്സ്ക്യൂസ് മീ പറഞ്ഞിട്ട് വിളിച്ച്. അപ്പോൾ അയാൾ ഈ ഗിൽസിൻ്റെ അടുത്ത് വരെ വന്ന്. ആ കാഴ്ചകളൊന്നും ഞാൻ ഇതിലെടുത്തില്ല. അപ്പോൾ ഞാൻ പെർമിഷൻ ചോദിക്കുകയാണ് ആ ടൈം. അപ്പോൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരാണ്. പെർമിഷൻ ചോദിക്കുക. ഞാൻ ഒരു വ്ളോഗറാണ്. എൻ്റെ ചാനലിൻ്റെ പേര് അനസ് വ്ളോഗ് 21. എനിക്കിവിടെ ഒരു ടോയിനോ സാറ് വരുന്നുണ്ട്, അനാൻഷ സാറ് വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഇവരെ ഒരു വീഡിയോസ് എടുത്തിട്ട് എൻ്റെ ചാനലിലിടണം. ഞാൻ ഡെയിലി വീഡിയോസ് എടുക്കുന്ന ഒരു വ്ളോഗറാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായി, അപ്പോൾ എന്നോട് ഇങ്ങോട്ട് ചോദിച്ചത് ഓക്കേന്ന്. അപ്പോൾ അങ്ങനെ ഒരു മൈൻഡ് സെറ്റിലാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ നേരെ മറിച്ചാണ് നടക്കുന്നത്. അങ്ങക്ക് എത്ര സബ്സ്ക്രൈബർ ഉണ്ടെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു 3000 സബ്സ്ക്രൈബർ എന്ന് ഉള്ള ഓപ്പണായി പറഞ്ഞു. 3000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അപ്പോൾ തന്നെ അയാൾ ഇല്ല പറ്റൂല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടല്ലോ, അതിൽ അയാൾ വിട്ട്. പിന്നെ അയാൾ പോയി. അപ്പോൾ ഞാൻ ചേട്ടാന്നൊക്കെ വിളിച്ചു. എനിക്ക് പേരൊന്നും അറിയില്ല. പ്ലീസ് കയറട്ടെ എന്നൊക്കെ ചോദിച്ചു. പിന്നെ അയാൾ എന്നെ മൈൻഡേ വെക്കുന്നില്ല, എന്നെ അവിടുന്നേ ഒഴിവാക്കി. അപ്പം തന്നെ എനിക്ക് അവിടെ ചടച്ച് ഉള്ള വ്ളോഗൊന്നും എടുക്കാണ്ട് എനിക്ക് എൻ്റെതായ രീതിയിൽ വ്ളോഗ് എടുക്കാനുള്ള മൈൻഡ് സെറ്റിൽ ഞാൻ അങ്ങോട്ട് പോവാ. കേട്ടോ, അപ്പം ഇതായിരുന്നു സംഭവം. കാണിച്ചത് വെറും തെണ്ടിത്തരം തന്നെയാണ്. അപ്പൊ ഈ ഒരു കാര്യങ്ങൾ ഇനിയെങ്കിലും കഴിവതും ആരോടും ചെയ്യാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക. കാരണം ലുലു മോളിനെയൊക്കെ സംബന്ധിച്ച് ഒരുപാട് ഇൻഫ്ലുവൻസസ് പോയി വീഡിയോ ചെയ്യുന്നത്. ഈ അടുത്ത് കോട്ടയത്തെ ഇനാഗുറേഷൻ ആയിക്കോട്ടെ, കാലിക്കറ്റ് ഇനാഗുറേഷൻ ആയിക്കോട്ടെ, നമ്മൾ ഇൻസ്റ്റയൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഒരുപാട് റീൽസ് കാണാറുണ്ട്. കാര്യം ലുലുവിനെ പ്രൊമോട്ട് ചെയ്ത രീതിയിൽ. കാര്യം ലുലുവിനെ സംബന്ധിച്ച് പ്രൊമോഷൻ്റെ ആവശ്യമില്ല, എന്നാൽ പോലും കുറെ ആൾക്കാർ വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ ആലോചിക്കുക, ആരെയും കുറച്ച് കാണാതിരിക്കുക നിങ്ങൾ കഴിവത്. കാര്യം പ്രത്യേകിച്ച് ഈ പറയുന്ന ഇതിനകത്ത് വർക്ക് ചെയ്യുന്ന ഒരു പുള്ളിക്കാരെ പറ്റി പറയുന്നുണ്ടല്ലോ, അയാളെ പോലെയുള്ള ആൾക്കാരാണ് യൂസഫ് അലി എന്ന് പറയുന്ന ഒരു വലിയൊരു മനുഷ്യന്റെ വില കൊണ്ടുവന്ന് കളയുന്നത്. പ്രത്യേകിച്ച് യൂസഫ് അലി അവിടെ ഉള്ള ജോലിക്കാരെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കുറെ വീഡിയോസിനകത്തുണ്ട് യൂസഫ് അലി ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അതായത് അവർ പറയാതെ പോലും അവരുടെ കുടുംബത്തിലുള്ളൊക്കെ കാര്യങ്ങൾ യൂസഫ് അലി ചെയ്തു കൊടുത്തിട്ടുണ്ട്. അപ്പം ആ പുള്ളിയുടെയും കൂടെ വില കളയുന്ന പരിപാടിയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഓരോരുത്തർ ചെയ്യുന്നത്. എന്തായാലും അനസ് കാണിച്ച ആ ഒരു മനസ്സ് വലിയ കാര്യം തന്നെയാണ്. ഇത്രയും ഇൻസൾട്ട് ചെയ്യപ്പെട്ടിട്ട് പുള്ളി അവിടെ നിന്ന് ആ ബ്ലോഗ് എടുത്ത് ഷൂട്ട് ചെയ്ത് എല്ലാവരെയും കാണിച്ചു. അത് വലിയൊരു മനസ്സ് തന്നെ. എന്തായാലും പുള്ളിക്കാരന്റെ ചാനൽ നല്ല രീതിയിൽ വരട്ടെ എന്ന് തന്നെ നമുക്ക് ആഗ്രഹിക്കാം. എന്തായാലും ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം.